ഹലോ നമസ്കാരം, എൻ്റെ പേര് സെയ്ദ് ഷാജാൻ. നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെടുമങ്ങാട് എന്ന് പറഞ്ഞ ചാനലാണ് കേട്ടോ, SN ഓട്ടോമൊബൈൽസ് നെടുമങ്ങാട്. അപ്പോൾ ആ ചാനൽ, യൂട്യൂബ് ചാനൽ കണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വർക്കിന് കൊണ്ടുവരട്ടെ. അങ്ങനെ ഞാൻ കൂടുതലും ബുക്കിംഗ് വർക്കാണ് എടുക്കുന്നത്. ഇന്ന് നമ്മുടെ ബുക്കിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ BT പെട്രോളാണ്. 2010 BT പെട്രോളാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ചാണ് മെയിനായിട്ടുള്ള വിഷയം. ഞാൻ ഓടിച്ച് നോക്കി, കസ്റ്റമർ കൊണ്ടുവന്ന് മൈലേജ് ഇട്ടില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൈസിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ക്ലച്ചിൽ കാല് വയ്ക്കാതെ തന്നെ ഒരു 2000 RPM കഴിയുമ്പോൾ നല്ല രീതിക്ക് റൈസിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ക്ലച്ചാണ് മെയിനായിട്ടുള്ള വിഷയം. ക്ലച്ച് ഇതുവരെ മാറിയിട്ടില്ല. 70 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്, 75,000 കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനോടൊപ്പം ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സും ഉണ്ട്. ഫ്രണ്ട് ഗട്ടറിലൊക്കെ കയറുന്ന സമയത്ത് ഒരു ടിക്കിന് സൗണ്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ റാമ്പിലിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് സ്റ്റെബിലൈസർ, ലിങ്ക് റാഡ്, ബാലൻസ് റാഡ്, ബുഷ്, അതുപോലെ തന്നെ സ്റ്റഡ് മൗണ്ടിങ്ങും കംപ്ലൈൻറ്റ് ഉണ്ട്. ലോവർ ആകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം എന്താണെന്ന്. പിന്നെ ഇതിനോടൊപ്പം സർവീസ് വർക്കും ഉണ്ട്. ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, കൂളന്റ്, ഗിയർ ബോക്സ് ഓയിൽ, 4 വീല് ബ്രേക്കും ഉണ്ട്. നമ്മളെല്ലാം നോക്കി സെറ്റ് ചെയ്ത് 2 ദിവസത്തിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉള്ളൂരിൽ നിന്ന് വന്നൊരു വാഹനമാണ് ഇത്. ഒരാഴ്ച മുന്നേ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവരട്ടെ, കുറച്ച് വർക്കുണ്ട്. അപ്പോൾ എനിക്ക് ബുക്കിംഗ് വർക്ക് വേറെ ഉണ്ടായിരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് ഒരു 9 മണിക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ വൈകിട്ടോട് കൂടി ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വിടുന്നതായിരിക്കും. അത് കഴിഞ്ഞ അടുത്ത ബുക്കിംഗ് വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് റാമ്പിലിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ 2010 BT പെട്രോൾ ആണ് ഈ ഒരു വാഹനം. ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ ജസ്റ്റ് കാണാം. അതുപോലെ തന്നെ ക്ലച്ച് നോക്കാം. ക്ലച്ച് ചെറിയൊരു ടൈറ്റ് ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഫുൾ കാലെടുത്താൽ മാത്രമേ ഈ ഒരു വാഹനം മൂവിങ് ആവത്തുള്ളൂ, വണ്ടി പോകത്തുള്ളൂ. 70,502 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ക്ലച്ച് നോക്കിയപ്പോൾ ഫുള്ളാണ്, ക്ലച്ചിൽ പ്ലേ ഇല്ല. നമ്മൾ പെട്രോൾ വാഹനങ്ങളിൽ കൂടുതലും ക്ലച്ചിൽ എപ്പോഴും ഈ ഒരു കാൽഭാഗം പ്ലേ വേണം. പ്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് പെട്ടെന്ന് തന്നെ തീരാം. നിങ്ങളുടെ വാഹനത്തിന് പുതിയ ക്ലച്ച് ഇട്ട് പിന്നെ പെട്ടെന്ന് തീരാൻ കാര്യം എന്ന് വെച്ചാൽ റൈസ് ചെയ്ത് ക്ലച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പ്ലേ കുറയും. അപ്പോൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് അപ്പോൾ തന്നെ ഒന്ന് പ്ലേ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ക്ലച്ചിന് അതുപോലെ വീണ്ടും ലൈഫ് കിട്ടും എന്നുള്ളതാണ്. പ്ലേ ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഓടരുത്. ക്ലച്ച് കേബിൾ വരുന്ന വാഹനത്തിനൊക്കെ പ്ലേ ഇടാൻ പറ്റും. ഈ ഒരു വാഹനത്തിന് ക്ലച്ച് കേബിളാണ് വരുന്നത്. അപ്പോൾ ക്ലച്ച് ചെറിയൊരു ടൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗിയർ ടൈറ്റ് ഉണ്ട് ചില സമയത്തൊക്കെ. പിന്നെ വാഹനത്തിന് സസ്പെൻഷൻ നോയ്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, എന്തൊക്കെയാണെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്ലച്ചാണ് നമ്മൾ ആദ്യം ഇളക്കുന്നത്. ക്ലച്ച് ഇളക്കണമെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഇളക്കണം, അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ച് മാറണം. സസ്പെൻഷൻ ഇളക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ ലേബർ കുറയും, ക്ലച്ചിൻ്റെ വർക്ക് ലേബർ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം മൊത്തത്തിൽ A to Z ആയിട്ടൊന്ന് നോക്കാം. BT പെട്രോളാണ് കേട്ടോ. ഇതിപ്പോൾ വാഹനത്തിൻ്റെ അടി സൈഡിലാണ്. നമ്മൾ അടി സൈഡ് ചെക്ക് ചെയ്ത സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു വാഹനം സസ്പെൻഷൻ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാനായിട്ട് ഈ റാമ്പിനകത്തിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്റ്റെബിലൈസർ ലിങ്കാണ് കേട്ടോ. ഈ കാണുന്ന ഞാൻ കൈ കൊണ്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷൻ. അപ്പോൾ ഈ ഒരു ലിങ്ക് കംപ്ലൈൻ്റ് ആണ്. വാഹനം ഒന്ന് ആട്ടിക്കേ. വാഹനം ആടുന്ന സമയത്ത് ഈ ലിങ്ക് റോഡ് ടിക്കുന്ന സൗണ്ട് കേൾക്കും. കേൾക്കണുണ്ടോ? നമ്മൾ കൈയും കൂടി ജസ്റ്റ് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്കറിയാം ഈ ഒരു സ്റ്റെബിലൈസർ ലിങ്ക് മൊത്തത്തിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ 2 സ്റ്റെബിലൈസർ ലിങ്കും ബാലൻസ് റാഡ് ബുഷും അതിനോടൊപ്പം സ്റ്റഡ് മൗണ്ട് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. ഈ സൈഡും ചെറിയൊരു സൗണ്ട് ഉണ്ട്, 2 സൈഡും. ഈ സ്റ്റെബിലൈസർ ലിങ്ക് എന്ത് കാരണത്തിലാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വീല് ബാലൻസ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ ഒരു വീല് കുഴിയിൽ വീണാലും മറ്റൊരു സൈഡ് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ള സ്റ്റെബിലൈസർ ലിങ്കാണ്. അത് കട്ടറിൽ കയറുന്ന സമയത്ത് ഒരു ബോളാണ് വരുന്നത്. ബോളിൽ തേയ്മാനം വന്ന് ടിക്കിന് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇതാണ് ഗിയർ ബോക്സ്. ഈ ഗിയർ ബോക്സ് ക്ലച്ച് കേബിൾ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കേബിളിൽ എപ്പോഴും പ്ലേ വേണം. ഈ ഫോർക്ക് ലിവർ എപ്പോഴും മുന്നോട്ട് ബാക്കിലോട്ട് ചെറിയൊരു പ്ലേ ഉണ്ടെങ്കിൽ ക്ലച്ച് കറക്റ്റായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ. പ്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് മൊത്തത്തിൽ കാലെടുത്താൽ മാത്രമേ വാഹനം മൂവ് ആകത്തുള്ളൂ. അങ്ങനെ മൂവ് ആവാതെ വരുമ്പോൾ കുറച്ചും കൂടി റൈസ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ ക്ലച്ച് ഒരുപാട് തീരാനും സാധ്യത ഉണ്ട്. അങ്ങനെ തീർന്ന ഒരു ക്ലച്ച് ഡിസ്ക്കാണ് ഇതിന് വരുന്നത്. അങ്ങനെ നമുക്ക് ഗിയർ ബോക്സ് ഒക്കെ ഇളക്കി ഡീറ്റെയിലും നോക്കി എല്ലാം നോക്കാം മൊത്തത്തിൽ. അങ്ങനെ ഷെവർലെറ്റ് ബീറ്റിൻ്റെ ക്ലച്ച് നമ്മൾ ഇളക്കിയെടുത്തു. ഈ കാണുന്ന ഗിയർ ബോക്സ് സൈഡിൽ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ക്രോസ് ഉണ്ട്. ക്രോസൊക്കെ ഇളക്കിയാൽ മാത്രമേ വെളിയിലോട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ക്ലച്ച് നമ്മൾ ഇളക്കിയെടുത്തു. ഈ കാണുന്ന ക്ലച്ച് ഡിസ്കും സ്പെയറൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പെയറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലച്ച് തീർന്ന് മൊട്ടോ ഇതായി കാണുന്ന പ്രഷർ പ്ലേറ്റൊക്കെ പിടിച്ച് മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫേസിംഗ് എല്ലാം കട്ടായി. ഇങ്ങനെ ഫേസിംഗ് കട്ടായി കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് തീർന്ന് മട്ടോ ആയതുകൊണ്ടാണ്. ഇത് റിവേറ്റുമായിട്ട് പിടിക്കും. ഈ ഒരു ഫേസിങ്ങിൽ പിടിച്ച് ഒരു കയറ്റ ഇറക്കം ഉണ്ടാവും. ഒരു പുളവ് വീഴുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിട്ട് ക്ലച്ചിൽ നിന്ന് തേരിലൊക്കെ കാലെടുക്കുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. അതുപോലെ വണ്ടി റൈസ് ആവാൻ കാരണം ഈ കാണുന്ന ക്ലച്ച് തീർന്നതുകൊണ്ടാണ്. കണ്ടോ, റിവേറ്റ് പിടിക്കുന്ന ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ അറിയാൻ പറ്റും. മൊട്ടോ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫേസിങ് ലൈനറെല്ലാം കട്ടായി പോയിട്ടുണ്ട്. പിന്നെ റിലീസ് ബെയറിങ് നല്ലതുപോലെ മുഴക്കമുണ്ടായിരുന്നു ക്ലച്ച് ചവിട്ടുന്ന സമയത്ത്. കണ്ടോ, ഇപ്പോൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, ഉരഞ്ഞ് പിടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ റിലീസ് ബെയറിങ് ജെനുവിൻ നമുക്ക് കിട്ടി. അപ്പോൾ ക്ലച്ച് നമുക്ക് വാല്യൂ കമ്പനിയാണ് നമുക്ക് കിട്ടിയത്. ഇതായി കാണുന്ന ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഒരുമിച്ചാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വില
4098 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 2023 ഷെവർലെറ്റ് ബീറ്റ് 1.2 ലിറ്റർ പെട്രോളാണ്. അപ്പോൾ ഈ റിലീസ് ബെയറിംഗ് ഇതായി കാണുന്ന 2136 രൂപ വിലയുണ്ട്. റിലീസ് ബെയറിംഗ് അത്യാവശ്യം ജെനുവിൻ നല്ല വിലയുണ്ട് കേട്ടോ, നമുക്ക് ജെനുവിൻ കിട്ടി. ഇതായി കാണുന്നതാണ്. പിന്നെ സ്റ്റഡ് മൗണ്ടിങ് 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റഡ് മൗണ്ടിങ്, 2 സ്റ്റെബിലൈസർ ലിങ്ക് റാഡ്. ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്, വേസ്റ്റ്, പിന്നെ 2 റിയർ ഷോക്ക് നമ്മളെടുത്തു. ഇത് ഓയിൽ ഫിൽറ്ററാണ്. പിന്നെ ബാലൻസ്ഡ് ബുഷാണ് ഈ കാണുന്നത്. പിന്നെ റിയർ ഷോക്ക് നല്ല ലീക്കായിരുന്നു ബാക്കിൽ നോക്കിയപ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ ഗബ്രിയിൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ഏകദേശം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1492 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില വരുന്നത്. 2 എണ്ണം ഒരുമിച്ച് ഷോക്ക് മാറുമ്പോൾ എപ്പോഴും 2 എണ്ണം ഒരുമിച്ച് തന്നെ മാറാൻ നോക്കണം. ഇത് നമുക്ക് ഇതിൻ്റെ കിട്ടേണ്ടത് വാൽവ് ഡോർ പാക്കിങ്, അതുപോലെ തന്നെ ഓയിലുണ്ട്, കൂളൻ്റ്, ഗിയർ ഓയിൽ, പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ഓർഡർ ചെയ്ത് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ക്ലച്ച് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ പുതിയ ക്ലച്ച് സെറ്റ് ചെയ്തായിരുന്നു. ഈ ഒരു ക്രോസ് ബാറിലാണ് ഈ ഒരു ഗിയർ ബോക്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കയറി ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ വെളിയിൽ എടുക്കണമെങ്കിൽ ക്രോസൊക്കെ എടുക്കണം, കുറച്ച് ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ക്ലച്ച് നമ്മൾ സെറ്റ് ചെയ്തു. കുറച്ച് ടാസ്ക്കാണ്, കയ്യക്കടയിൽ കയറാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും നമ്മൾ ക്ലച്ച് സെൻറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പുതിയ ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിലീസ് ബെയറിംഗ് ഇതായി കാണുന്ന റിലീസ് ബെയറിംഗ് പുതിയത് നമ്മൾ സെറ്റ് ചെയ്തതായി കാണുന്നുണ്ടോ. കുറച്ച് ഗ്രീസൊക്കെ ആഡ് ചെയ്തു, ഒരുപാട് പാടില്ല, കുറച്ച് മൈന്യൂട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഈ ഒരു ബീറ്റിൻ്റെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം ഓടിച്ച് നോക്കി. നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തത് ക്ലച്ചാണ്. ക്ലച്ച് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ക്ലച്ച് നല്ല സ്മൂത്തായി. ക്ലച്ച് ഗിയർ ടൈറ്റ് മാറി, ഗിയർ ഓയിൽ മാറി. സർവീസ് വർക്ക് ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, ഇതൊക്കെ കാണുന്നതാണ് ഓയിൽ ഫിൽറ്റർ താഴെ. പിന്നെ കൂളൻ്റ് മാറിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറി, പിന്നെ 4 വീല് ബ്രേക്ക്, പിന്നെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡ് മൗണ്ടിങ് മാറി. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സ്റ്റഡ് ഷോക്കപ്സിൻ്റെ മൗണ്ടിങ് 2 മാറി. ലിങ്ക് റാഡ് മാറിയപ്പോൾ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സ് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ റിയർ ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഫ്രണ്ട് കാലിബർ ചെയ്തായിരുന്നു. അതിനോടൊപ്പം റിയർ ഷോക്ക് നല്ലതുപോലെ ഹാർഡായി നല്ല പോയിട്ടുണ്ടായിരുന്നു. അത് മാറിയപ്പോൾ വാഹനം കുറച്ചുകൂടി സ്മൂത്തായി. ക്ലച്ചിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലതുപോലെ നല്ല സ്മൂത്താണ്. ഇപ്പോൾ പുതിയൊരു വാഹനത്തിൻ്റെ ക്ലച്ച് പോലെ ആയിട്ടുണ്ട്, സ്മൂത്തായി. ഞാൻ വാഹനം ഒരു 20 കിലോമീറ്റർ ഓടിച്ച് നോക്കി. എപ്പോഴും കേബിൾ വരുന്ന ക്ലച്ചാണെങ്കിൽ പ്ലേ ഒരു കാൽഭാഗം ഒരു 20-30% പ്ലേ തന്നെ വേണം. ബാക്കി 70% ക്ലച്ച് വർക്ക് ചെയ്യണം. പ്ലേ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വന്ന് പ്ലേ ഇടുക, അതാണ് അതിൻ്റെ കാര്യം. പ്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് പെട്ടെന്ന് തീരാവുന്നതാണ്. പിന്നെ ബ്രേക്ക് പെഡൽ നല്ല ആയിട്ടുണ്ട്. അതിനോടൊപ്പം ഹാൻഡ് ബ്രേക്ക് നല്ല സെറ്റായി. വാഹനത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.